ചേട്ടോയ് ചേട്ടാ. അതേ മന്നി. ഇതാരണി വന്നാക്കണത് എന്റെ അനിയത്തിയാ. ഓ, ഞാൻ വിചാരിച്ചു നീ നാളെ വരുള്ളൂ, ഞാൻ പോണ ടൈം ആവുമ്പോഴേക്കും. അത് കൊള്ളാം. എന്റെ ചേട്ടൻ നാളെ ഗൾഫിൽ പോണല്ലേ, എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഇന്നലെ തന്നെ ഉറങ്ങിയിട്ട് പോലുമില്ല. എങ്ങനെ നേരം പഠിപ്പിച്ചെന്ന് എനിക്ക് മാത്രം അറിയാം. ഞാൻ വെറുതെ പറഞ്ഞു. വെറുതെ പറഞ്ഞു, എനിക്ക് വിഷമോ ഏട്ടാ. എനിക്ക് വെറുതെ പറഞ്ഞു. എന്റെ അനിയത്തിക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് അറിഞ്ഞൂടെ. ഓ, നീ വാ എനിക്ക്. ദേ ചേട്ടാ, ചേട്ടനെ കൊണ്ടുപോകാനായിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കി ഞാന്. ആഹാ, അപ്പൊ ചേട്ടന്റെ ഇഷ്ടങ്ങളൊക്കെ അനിയത്തി മറന്നിട്ടില്ല. ഇല്ല, എന്തിനാ മറക്കണേ, എന്റെ ചേട്ടനല്ലേ. നീ വായിക്ക്. എന്തെന്റെ വിശേഷങ്ങൾ? നല്ല വിശേഷം. അമ്മ എന്തി? അമ്മതേ അപ്പുറമുണ്ട്, ചേച്ചി അവിടെ ഉണ്ട്. ആണോ? പിന്നെ ചേട്ടാ, അടുത്ത മാസം വീട് പണി തുടങ്ങോട്ടാ. വീട് പണി തുടങ്ങി? എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കൊള്ളാം. ഞാൻ എല്ലാ കാര്യങ്ങളും ചേട്ടനോട് പറയില്ലേ? ചേട്ടനോട് പറയേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ? ഞാൻ വെറുതെ പറഞ്ഞു. വെറുതെ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. ചേട്ടന്റെ സഹായം വേണോട്ടാ. ചേട്ടനെ പ്രതീക്ഷിച്ചാണ് ഇതൊക്കെ ചെയ്യണത്. അത് നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. ഇത്ര നാളെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ സഹായിച്ചിട്ടില്ലേ, അതുപോലെ ഇതിന് സഹായിക്കും ഏട്ടാ. അവക്ക് ടെൻഷൻ ഒന്നും വേണ്ട. എന്റെ ചേട്ടനല്ലേ, സഹായിക്കാതിരിക്കോ? അതല്ല, ഈ മാല ഇത് ഞാൻ അമ്മക്ക് മേടിച്ചു കൊടുത്ത മാലല്ലേ, ഇതെങ്ങനെ നിന്റെ അടുത്ത്? ഓ, നിന്റെ അനിയത്തല്ലേ, അവക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സ്വന്തമൊക്കെ നിനക്കറിയാലാ. അവളെ എന്നോട് ചോദിച്ചു, ഞാൻ അതെടുത്ത് കൊടുത്ത്. എന്താണ് മോളെ, ഞാൻ കൊണ്ട് തന്നല്ലേ മാല, പിന്നെ നമ്മളെ നീ മാല മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന? എനിക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി, അതാണ് ഞാൻ വാങ്ങിച്ചത്. നിന്റെ ഒരു കാര്യം അമ്മ വിഷമിക്കണ്ടാമേ, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു മാല കൊണ്ട് തരാം. അതാ നല്ലത്. അല്ല, നീ വിനുവിന്റെ അടുത്ത് പോണില്ലേ? അവൻ കാത്തിരിക്കുമല്ല. അയ്യോ, ഇവളോട് സംസാരിച്ചിട്ട് ഞാൻ അവന്റെ കാര്യം മറന്നുപോയി. അവനിപ്പോ ആ സ്ഥലം നോക്കാൻ വേണ്ടി അവിടെ നിപ്പുണ്ടാവും. എന്നാലേ മോള് വെച്ച് ചായ കുടിക്കും. ഞാനേ അവന്റെ അടുത്ത് പോയിട്ട് വരാമേ. എങ്കിൽ ചെല്ലാൻ നോക്ക്. നീ വന്നേ. ചേട്ടന് സ്ഥലം കണ്ടിട്ട് ഇഷ്ടമായ? സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അതല്ല, നിന്റെ ബിസിനസ്സിന് പറ്റുമോ? പറ്റും ചേട്ടാ, ഇത് ഹൈവേയുടെ സൈഡിൽ തന്നെയല്ലേ, 100 മീറ്റർ പോലും ഉള്ളിലേക്ക് കയറണില്ലല്ലോ. 10 സെന്റ് സ്ഥലം ഉണ്ട്. അത് നമുക്ക് വണ്ടിയൊക്കെ കയറുന്ന ഒരു സ്ഥലം വേണമല്ലോ അതിന്. അല്ല, ഇത് എത്രയാണ് ഇപ്പൊ പറയണത്? അവര് 5 ലക്ഷം രൂപയാണ് സെന്റിന് പറയണത്. പിന്നെ എഴുത്തും അതും ഇതൊക്കെ ആയിട്ട് വരുമ്പോ ഒരു 5 ലക്ഷം രൂപ എക്സ്ട്രാ ആവും. 55 ലക്ഷം രൂപ ആവും നമുക്ക് ഏകദേശം. പൈസ മാർഗം കണ്ടാ? ഞാൻ കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട്. ബാക്കി ചേട്ടനൊന്ന് സഹായിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഞാനെന്നെ സഹായിക്കാനാണ് ഇത്ര വലിയ എമൗണ്ട്? അല്ലേട്ടാ, ഞാൻ എന്താ വിചാരിച്ചെന്ന് അറിയോ, ബാക്കി പൈസക്ക് ഒരു ലോൺ എന്തെങ്കിലും ഇടാ, ചേട്ടൻ എന്നെ ഒന്ന് അടയ്ക്കാനായിട്ട് ഒന്ന് സഹായിക്കുകയാണെങ്കിൽ നമുക്കത് മേടിച്ച് നല്ല രീതിയിൽ ചെയ്തു തുടങ്ങായിരുന്നു. ഇത് വേണോ? ആലോചിച്ചിട്ട് പോരെ? ഇല്ല ഏട്ടാ, അത് ശരിയാവും. ഇതെന്തായാലും ശരിയാവും. നല്ല ജോലി ബിസിനസ് അല്ലേ ഞാൻ ചെയ്യാൻ പോകുന്നത്. കുഴപ്പമില്ല. നിനക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. നീ എന്തായാലും ലോണിന്റെ കാര്യം ശരിയാക്കി. ലോൺ അടക്കണല്ലേ, അത് നമുക്ക് അടക്കാം. ഏട്ടാ മാളേ, ഇവിടെ ഇരിക്കണ. എന്തായാലും ബാഗ് പാക്ക് ചെയ്താ? ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്തു. എന്തൊരു മുഖമൊക്കെ വല്ലാണ്ടിരിക്കണ്? പോണേന്റെ സങ്കടം ഇരിക്കുമല്ലേ? പോണേന്റെ സങ്കടം പിന്നെ ഇല്ലാതിരിക്കോ? പോവാതിരിക്കാനും പറ്റൂല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഈ തവണയും കൂടി പോയാ മതി. അതെന്നത് നമുക്ക് നാട്ടിലങ്ങ് ജീവിക്കാന്നേ. ഇനി അനിയനെ അനിയത്തിനെയൊക്കെ സഹായിക്കലങ്ങ് നിർത്ത്. നമുക്കും എന്തെങ്കിലുമൊക്കെ കുറച്ച് സമ്പാദിച്ച് നമുക്ക് നാട്ടിലങ്ങ് കൂടാ. നീ എന്താണ് അങ്ങനെ പറയണത്? അവരെ പിന്നെ ഞാൻ സഹായിക്കട്ടെ, പിന്നെ ആര് സഹായിക്കും? ഇപ്പൊ തന്നെ എന്തോരോ ഈ സഹായിച്ചു കൂട്ടണത്. ചേട്ടൻ ഇപ്പൊ പോയിട്ട് നമുക്കുമായിട്ട് വല്ലതും സമ്പാദിച്ചിട്ടുണ്ടാ? ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഇപ്പൊ പെങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ പൈസ കൊടുത്ത്, അത് പിന്നെ പോട്ടെ ഒരു ചേട്ടന്റെ കടം വേണമെന്ന് പറഞ്ഞിട്ടും അത് സമ്മതിച്ച് 5 ലക്ഷം രൂപയാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാ ഇപ്പൊ അവക്കടെ വീട് പണി വന്നപ്പോ വീണ്ടും അവള് വന്ന് പൈസ ചോദിച്ചില്ലേ. നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവളെന്റെ അനിയത്തിയല്ലേ? എന്റെ അനിയത്തി മാത്രമായിട്ടല്ല ഞാൻ അവിടെ കാണാം, എന്റെ മോളെ പോലെ തന്നെയാണ്. അപ്പൊ അവക്കൊരു ആവശ്യം വരുമ്പോ ഞാനത് ചെയ്തു കൊടുക്കണം, എന്റെ കടമയല്ലേ. നീ എന്തിനാ ഇങ്ങനെ പറയണ? പിന്നെ അപ്പൊ ഇപ്പൊ വിനുവിന് ഇപ്പൊ സ്ഥലം മേടിക്കാൻ പോലല്ലേ, അവന് ആ ലോൺ അടയ്ക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ അവൻ എടുക്കണ എന്തിനാണ്? അവനവന് പറ്റാവുന്ന രീതിയിൽ ചെറുതായിട്ട് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് വലിയ രീതിയിലേക്ക് പോയാ പോലെ. ഏറ്റവും ആദ്യം തന്നെ വലിയ രീതിയിൽ തുടങ്ങി എടുത്താപ്പ് മാത്രം ബാധ്യതയ്ക്ക് നോക്കണം. എന്തിനാണ്? ചേട്ടനെ കൊണ്ട് പറ്റൂ അതെല്ലാം മാസം അടച്ചു പോകാനായിട്ട്? നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ. നീ ഒന്ന് ആലോചിക്ക്, അവന് ബിസിനസ് ഒക്കെ തുടങ്ങി നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം തന്നെ രക്ഷപ്പെട്ടില്ലേ? നീ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. അല്ലാണ്ട് നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു ഇത് തോന്നൂല. നീ സ്വാർത്ഥത നിന്ന് നിർത്ത്. അവനോന്റെ കാര്യം മാത്രം നോക്കണം. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എന്റെ കൂടെ നിൽക്കുന്ന കുടുംബങ്ങളിലെ എല്ലാവരും കാര്യങ്ങൾ നോക്കണം. അവരെ സന്തോഷം നോക്കണ്ടേ? അവർക്കൊക്കെ ഞാനല്ലാണ്ട് പിന്നെ ആരാണുള്ളത്?
നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ല. ഇനിയിപ്പ ചേട്ടന്റെ ആവശ്യമില്ലെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം എല്ലാമായി. അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് ഭർത്താവിന് നല്ല ജോലിയുണ്ട്, സൗകര്യങ്ങള് എല്ലാമായി. ഇനി അവൾക്ക് അവളുടെ കാര്യം ഒറ്റക്ക് നോക്കിക്കൂടെ? അല്ലെങ്കിൽ ഭർത്താവില്ല അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്. ഇപ്പൊ അനിയനാണെങ്കിലും അവനിപ്പോ കമ്പനി തുടങ്ങിയാണെങ്കിലും അവനിനി അവന്റെ കാര്യങ്ങളൊക്കെ ഒറ്റക്ക് നോക്കിക്കൂടെ? ഇനി ചേട്ടന്റെ സഹായത്തിന്റെ ഒരാവശ്യമില്ല. ഇനിയെങ്കിലും നമുക്കായിട്ട് കുറച്ച് കരുതി വെക്ക്. നീ ഒന്നും നിർത്താൻ പോകുന്നുണ്ട് ഈ വർത്താനം. നീ ഈ കാര്യങ്ങളിൽ ഇനി ഇടപെടേണ്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതേ എന്റെ അനിയനും അനിയത്തിയാണ്, അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് ഞാൻ നോക്കിക്കോളാം. നീ അതിൽ ഇടപെടാൻ നിൽക്കണ്ട. നീ മര്യാദ ബാഗും കാര്യങ്ങളും പാക്ക് ചെയ്ത് നോക്ക്. ഏത് നേരം നോക്കിയാലും ഓരോ കണക്ക് കുറച്ചിലും കാര്യങ്ങളും. ബാഗ് പാക്കി കണ്ടാ ദേഷ്യപ്പെട്ടു പോയതെന്താ? ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊരു വിലയും കൽപ്പിക്കൂല. അനിയനും അനിയത്തിയും ഇപ്പൊ കൊണ്ടുവന്ന് തരും കോട്ടക്കണക്കിന്. നീ വന്നപ്പോഴാണ് ഈ വീട്ടിലൊരു വെളിച്ചം വന്നത്. അമ്മ അത് പറഞ്ഞത് ശരിയാണ്. ചേട്ടൻ വന്നപ്പോഴാണ് ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉറങ്ങിക്കിടക്കണ വീട് പോലെ. എടാ മോനെ, നീ കഴിഞ്ഞ മാസം അയച്ചെന്ന പൈസ ഇല്ലേ, അതെടുത്തിട്ടാട്ടാ അവളുടെ പെരതാമസത്തിന് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തത്. AC-യും ഫ്രിഡ്ജും ഒക്കെ കൊടുത്തിട്ടുണ്ടാ. നമുക്ക് മോശം കേടല്ലേടാ. അത് ശരി സമ്മതിച്ചു. പക്ഷേ അവളെന്താണ് ഈ പെരവാർപ്പ് ഞാൻ വന്നേക്ക് വളർത്തിയത്? അതെനിക്ക് ഭയങ്കര സങ്കടമായി പോട്ടാ. എനിക്ക് എന്തോരം ആഗ്രഹം ഉണ്ടായിരുന്നു അവളുടെ പെരവാർപ്പിന് വന്നോന്ന്. എല്ലാവരും എല്ലാ കാര്യവും എന്റെ അടുത്ത് ആലോചിച്ചിട്ടാണ് അവർ ചെയ്യാറ്. ഈ ഒരു കാര്യം മാത്രം എന്റെ അടുത്ത് പറയാണ്ടിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി പോയമ്മ. എടാ മോനെ, അവക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവളെപ്പോഴും വിളിച്ച് കരയിലായിരുന്നു. ചേട്ടന് വിളിക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവിടുത്തെ അച്ഛനും അമ്മയും അവിടെ എല്ലാരും കൂടി തീരുമാനിച്ച് എന്തോ ആ ഡേറ്റിൽ തന്നെ നടത്തണമെന്ന്. ഞാൻ പറഞ്ഞതാണ് അവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിക്കണില്ലാന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് അവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന്. അല്ല, നീ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അവൾക്ക് എന്തായാലും കൊണ്ടുപോകാറുണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വൈകുന്നേരം അങ്ങോട്ട് പോവാം, അവൾക്കൊരു സന്തോഷമാവട്ടെ. അല്ല, നിന്റെ വിശേഷം എന്തുണ്ട്? ബിസിനസ് ഒക്കെ എങ്ങനെ പോണ്? ബിസിനസ് ഒക്കെ നന്നായിട്ട് കൊണ്ടേട്ടാ. 1-2 മെഷീനുകൾ എടുക്കണം നമുക്ക്. അപ്പൊ അതിനൊരു 3-4 ലക്ഷം രൂപയൊക്കെ ആവും. അപ്പൊ ഞാനത് ചേട്ടനോട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കണായിരുന്നു. അത് നമുക്ക് എടുക്കാടാ. ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കണേന് എന്താ കുഴപ്പം? കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് നടക്കട്ടെ. ഞാനില്ലേ, നീ വലിയ ടെൻഷൻ അടിക്കുന്നതാണ്. പിന്നെ മോൻ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു ടെൻഷൻ ഉള്ള പോലെ. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ശരിയാക്കാം. അമ്മ നമുക്കൊരു കാര്യം ചെയ്താലാ? അവളുടെ വീട്ടിൽ പോയാലാ? എനിക്ക് അവളെയും കാണണം, പിന്നെ അവളുടെ വീടൊക്കെ കാണാൻ ഇല്ലാത്തൊരിത്. നമുക്ക് കൈയോടെ പോവാം. നീ വരണ്ട? ഞാൻ വരില്ല, നിങ്ങൾ പോയിട്ട് മോനെ പോയിട്ട് വാ. നിങ്ങൾ പോയിട്ട് വാ. കുറുക്കം കെട്ട സാധനം ഒരിടത്തും പോകൂല. ഞാൻ റെഡി ആവട്ടെ. റെഡിയാവും. എടാ ഞാൻ പോയി റെഡി ആവട്ടെ. ഏട്ടാ ശരി. എന്താണ് ആലോചിച്ചിരിക്കണത്? ഞാനേ അക്കൗണ്ടിൽ ബാലൻസ് നോക്കിയാണ്. ആകെ 5 ലക്ഷം രൂപ ഉള്ളൂ. വിനു ആണെങ്കിൽ എൻ്റെ അടുത്ത് പൈസ വെച്ചിട്ടുണ്ട് 4 ലക്ഷം രൂപ. അവന് അവിടെ കമ്പനിയിലോട്ട് എന്തോ മെഷീൻ ഇറക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ വേറെ പൈസ ഒന്നും ഇല്ലാന്ന് അങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്നാണ്. അല്ല, വിനുവിനിപ്പ എന്തിനാണ് കാശിന്റെ ആവശ്യം? അവനിപ്പ പൈസയുടെ ഒരാവശ്യവുമില്ല. അങ്ങനത്തെ മെഷീൻ ഇറക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു എന്നോട് പോയി ചോദിച്ച പൈസ. അതെ, അവൻ വെറുതെ ചോദിച്ചതാണ്. ഒന്നില്ലെങ്കിൽ അവൻ ചേട്ടനെ ഊറ്റണതാണ്. അത് മനസ്സിലാവാത്ത ഒരു പൊട്ടനായിപ്പോലെ ചേട്ടൻ. അവനെ 20 സെന്റ് സ്ഥലം മേടിച്ച് ചേട്ടനോട് പറഞ്ഞ. 20 സെന്റ് സ്ഥലമോ? മേടിച്ച്. അറിഞ്ഞില്ലല്ലോ? എന്നോടൊന്നും പറഞ്ഞില്ല. പറയൂല. വല്ല ദാരിദ്ര്യമാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞാനേ. ഇപ്പൊ അവനെ നല്ല ലാഭത്തിൽ തന്നെയാണ് അവന്റെ കമ്പനികളൊക്കെ പോണത്. എന്നിട്ടും ഈ നനഞ്ഞേടം കിടന്ന് കുഴിക്കണാണ്. പെങ്ങളുടെ ഭർത്താവേ കാറിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, പുതിയ കാറിന്. അതറിഞ്ഞ? ഇല്ല, എന്നോടാരൊന്നും പറഞ്ഞില്ല. പറയൂല. അങ്ങനെയുള്ള കാര്യങ്ങള് ഒന്നും പറയൂലല്ല. പൈസ ഇങ്ങോട്ടേക്ക് എങ്ങനെയൊക്കെ മേടിക്കാൻ പറ്റും, അതിനൊക്കെയല്ലേ അവര് ചേട്ടനെ വിളിക്കണത്. അല്ലാതെ വിശേഷം എന്താണ്, നീ ഭക്ഷണം കഴിച്ച എന്നൊക്കെ ചോദിച്ചോണ്ടു ആരെങ്കിലും വിളിക്കാറുണ്ടാ? ഇന്ന് തന്നെ താഴെ അവിടെ നിന്ന് എല്ലാരും കൂടി സംസാരിച്ചല്ല. എന്തെങ്കിലും കാര്യം അവർ ചേട്ടനോട് ചോദിച്ചാ, ചേട്ടാ അവിടെ എങ്ങനെയുണ്ട്, സുഖോണ, എന്തെങ്കിലും സൗകര്യമൊക്കെ ഉണ്ടാ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാ? ഒന്നും ആരും അന്വേഷിച്ചില്ലല്ലോ. അവർക്ക് അതൊന്നും അറിയണ്ട. ചേട്ടന്റെ പൈസ മാസം കറക്റ്റായിട്ട് വരണ്ട, അതെങ്ങനെയൊക്കെ ചെലവാക്കണം, അങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ കുടുംബക്കാർക്ക് ഉള്ളത്. നീ പറയുന്നത് സത്യമാണോ? പിന്നെ ഞാൻ എന്താണ് നോണ പറയണ? ഞാനത് തെളിയിച്ചു തന്നാ മതിയാ. എങ്ങനെ? ചേട്ടൻ എന്റെ ഒപ്പം നിക്ക്. ചേട്ടന്റെ കുടുംബക്കാരുടെ സ്വഭാവം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാലും ചേട്ടൻ എന്തിനാണോ വരാൻ പറഞ്ഞേ? എടാ വിനു, നിനക്കറിയോ? എനിക്കറിയില്ല, എന്നോട് രാവിലെ വിളിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞു. അല്ലമ്മേ, അമ്മക്കറിയോ ചേട്ടൻ എന്തിനാണ് വരാൻ പറഞ്ഞ ഞങ്ങളോട്? എനിക്കറിഞ്ഞൂടാ.
എന്നോട് അവനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അമ്മക്കും അറിയില്ലല്ലേ. എടാ ചേട്ടനെ എന്തായാലും കാര്യമായിട്ട് എന്തെങ്കിലും തരാനായിരിക്കുള്ളൂ, അതാണ് നമ്മളെ വിളിച്ചത്. ചെലപ്പോ ആയിരിക്കുള്ളൂ. ഞാനാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അത് തരാനായിരിക്കുള്ളൂ. അപ്പൊ നിനക്കാണെങ്കിൽ എനിക്കും തരും, അതായിരിക്കുള്ളൂ നമ്മളെ വിളിച്ചത്. ചേട്ടൻ വന്നിട്ട് ഇരിക്കട എന്നൊക്കൊന്നും വേണ്ട. അല്ലേട്ടാ ചേട്ടൻ എന്തിനാ വരാൻ പറഞ്ഞത്? കാര്യങ്ങൾ ഞാൻ പറയാ. കാര്യം വേറൊന്നുമല്ല, ഞാനിപ്പോ വർഷം കുറെ ആയില്ലേ ഗൾഫിൽ കിടന്ന് ഈ കഷ്ടപ്പെടുന്നത്. അപ്പോ സത്യം പറഞ്ഞാൽ മതിയായി. ഇനി നാട്ടിലങ്ങ് സെറ്റിലായെന്ന് വിചാരിക്കുന്നത് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ ഗൾഫിലോട്ട് തിരിച്ചു പോണില്ല. ചേട്ടൻ പോണില്ലേ? ചേട്ടൻ പോവാതിരുന്നില്ല എങ്ങനെയാണ്? ഇത്ര നാളെ ഞാൻ ആൾക്കാരുടെ മുന്നിൽ ഗൾഫുകാരന്റെ അനിയത്തി എന്ന് പറഞ്ഞ് നടക്കണേന്ന്. ഇനി അതിന്റെ പത്രാസൊക്കെ പോവൂലേ? അതൊന്നും പറ്റൂലട്ടാ, ചേട്ടൻ പൊയ്ക്കേ. അത് തന്നെ, ചേട്ടൻ ഇനി പോവാതിരുന്ന എങ്ങനെ ശരിയാവും? ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടത്താനുള്ളതാണ്. ചേട്ടൻ തിരിച്ചു പോകാനുള്ള കാര്യം നോക്കി. ഓ, ഇവളുടെ വാക്ക് കേട്ടിട്ടായിരിക്കും നീ ഗൾഫിലോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചത്. എടി, ഭർത്താക്കന്മാര് ജോലിക്ക് പോകണില്ല എന്ന് പറയുമ്പോഴേ ഭാര്യമാര് സപ്പോർട്ട് ചെയ്ത് നിക്കലല്ല, അവരെ പറഞ്ഞു വിടണം. മനസ്സിലാവണ്ട നിനക്ക്? അതും കേട്ടാണോ അവനിങ്ങനെ പോവാണ്ട് നിക്കണം. ഞങ്ങളുടെ കാര്യമൊക്കെ എന്ത് ചെയ്യോടാ? പറ നീ, അത് നീ ചിന്തിച്ചിട്ടുണ്ടാ? ദേമേ, ഈ കാര്യത്തിൽ വെറുതെ ഇവളെ കുറ്റപ്പെടുത്തണ്ട. ഇവളുടെ ഇതൊന്നല്ല, എനിക്ക് മതിയായിട്ടാണ്. എത്ര വർഷമായമേ ഈ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. എനിക്കൊരു ആഗ്രഹം നാട്ടിലേക്കണമെന്ന്. അതുകൊണ്ട് ഞാനായിട്ട് എടുത്ത തീരുമാനമാണ് ഇനി തിരിച്ചു പോണില്ല എന്ന്. അല്ല, നീ പോവാതിരിക്കെ എന്ത് വേണമെങ്കിലും ചെയ്. അതെ, നാട്ടിൽ നിന്നിട്ട് എന്തുട്ട് പണിക്കാ നീ പോവാൻ പോണത്? എന്തെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടാ? ഒരു ബിസിനസ് തുടങ്ങിയാലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ പൈസ ഒന്നും എന്റെ കയ്യിലൊന്നുമില്ല. കുറച്ച് സ്വർണ്ണ വെള്ളിരിപ്പുണ്ട്. പിന്നെ ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ എല്ലാം ഇവിടെ ഉള്ളവർക്ക് വേണ്ടി തന്നെയല്ലേ ഞാൻ മുടക്കാണത്. അനിയനും അനിയത്തിക്കും ഈ കുടുംബത്തിനും വേണ്ടി തന്നെയാണ് എന്റെ സമ്പാദ്യം മൊത്തം ഞാൻ ചെലവാക്കിയാണത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സഹായിച്ച് എനിക്കൊരു ബിസിനസ് തുടങ്ങി തന്നെ. ചേട്ടാ, ഞാൻ എങ്ങനെയാണ് ചേട്ടനെ സഹായിക്കണത്? ഇവിടെ എനിക്ക് തന്നെ കമ്പനിയിലേക്ക് 2-3 മെഷീനും കൂടി എടുക്കാനുണ്ട്. ഞാൻ ഇന്നലെ ചേട്ടനോട് പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചത് ചേട്ടൻ ആ പൈസ തരാൻ വേണ്ടി വിളിച്ചതായിരിക്കും വിചാരിച്ചാണ് ഞാൻ രാവിലെ തന്നെ ഓടി ഇങ്ങോട്ട് വന്നത്. ഞാൻ എങ്ങനെ സഹായിക്കും ചേട്ടാ? ഞാനും എങ്ങനെ സഹായിക്കാനായിട്ടാ? ചേട്ടനറിയാല, ഇപ്പതേ പാർപ്പ് കഴിഞ്ഞല്ലേ ഉള്ളൂ. എന്തോരം ചെലവാണ്. ചേട്ടനാണ് ഇപ്പൊ ഭയങ്കര ടൈറ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ സഹായിച്ചാനേ എന്റെ ചേട്ടനെ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോ ആകെയുള്ളത് അമ്മയാണ്. അമ്മക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അമ്മയുടെ അടുത്ത് കുറെ സ്വർണ്ണം ഉണ്ടല്ലോ, അതിന് കുറച്ച് സ്വർണ്ണം എനിക്ക് വിൽക്കേ പണയം വെക്കേ എന്തെങ്കിലും ചെയ്തിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങട്ടെ. അമ്മക്ക് സഹായിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ എന്റെ സ്വർണ്ണം തരുമൊന്നുമില്ല. പിന്നെ വയസ്സാം കാലത്ത് എനിക്ക് ഇട്ടുണ്ടാക്കി നടക്കണ്ടേ? അതുമല്ല, നിന്റെ ബിസിനസ് അങ്ങനെ പൊട്ടിപ്പോയാൽ എന്റെ സ്വർണം പോകൂലേ? പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തന്നാ നിങ്ങൾ എന്നെ എങ്ങനെ നോക്കുന്നു? എന്തോറപ്പ് എനിക്ക് തരാം? ഞാൻ തരുന്നില്ല. സ്വർണം ചോദിക്കണം വന്നേക്കണവൻ. അപ്പൊ ചുരുക്കി പറഞ്ഞ, എനിക്കൊരാവശ്യം വന്നപ്പ എന്നെ സഹായിക്കാൻ അമ്മയില്ല, അനിയനും ഇല്ല, അനിയത്തിയില്ല, ആരുമില്ല. പിന്നെ എന്റെ മോനെ വിനു, നിന്റെ ബിസിനസ് നല്ല രീതിയിലാണ് പോണേന്നും നിന്റെ കയ്യിൽ അത്യാവശ്യം കാശുണ്ടെന്നും ഈ ചേട്ടൻ അറിയാം. അതുകൊണ്ടാണല്ല നീ ആ 20 സെന്റ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടാണത്. പിന്നെ നിന്റെ ഭർത്താവിന് ടൈറ്റ് ആണല്ലേ വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. കഷ്ടം. അതുകൊണ്ടായിരിക്കും അളിയൻ പുതിയ വണ്ടി ബുക്ക് ചെയ്താക്കണത്. എന്തിനാടി ഇങ്ങനെ നോണ പറയണത്? നിങ്ങൾ രണ്ടുപേരും സഹായിച്ചില്ലെങ്കിലും എന്റെ അമ്മ സഹായിക്കുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അമ്മ പഴയതൊക്കെ മറന്നുപോയി. എന്റെ 18ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കണത്. അന്നു മുതൽ ഈ കുടുംബത്തിന്റെ ഭാരമേ എന്റെ ഈ തോളിലായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് എന്റെ അമ്മയുടെ കാര്യത്തിലേ ഒരു നേർത്ത ഒരു മാല ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മക്ക് ഇന്നൊരു 10-25 പവൻ സ്വർണ്ണമെങ്കിലും ഉണ്ടാവും. ഇത് മൊത്തം മേടിച്ചെന്നതേ ഈ അമ്മയുടെ ഈ മോനാണ്ടാ. അതമ്മ മറക്കല്ലേ. ഇത്രയൊക്കെ കുടുംബത്തിന് വേണ്ടി ചെയ്ത എന്നെ ആർക്കും വേണ്ട. അമ്മക്ക് പോലും എന്നെക്കാളും വലുതാണ് സ്വർണം. അമ്മ സ്വർണം പിടിച്ചിരുന്നു. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ എന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. അവനൊരു ആവശ്യം വന്നാ അവനെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടാവൂല. ഇവളെന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സമ്പാദ്യം നമുക്ക് വേണോട്ടാണ്, അല്ലെങ്കിൽ അവസാനാവുമ്പേ ഒറ്റപ്പെട്ടു പോകുന്നു. അന്ന് ഞാൻ ഇവളുടെ വാക്കിന് ഒരു വിലയും കൊടുത്തില്ല. പക്ഷെ ഇന്നെനിക്ക് മനസ്സിലായി, ഇവള് പറഞ്ഞതാണ് ശരി.
ഇത്രയും നാൾ എനിക്ക് ഒരഹങ്കാരം ഉണ്ടായിരുന്നു. നാളെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നെ സഹായിക്കാൻ എൻ്റെ അനിയനും അനിയത്തിയും എല്ലാവരും ഉണ്ടാവുമെന്ന്. പക്ഷേ അതൊക്കെ വെറുതെയാണ്, ആരും ഉണ്ടാവൂല. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി അറിഞ്ഞോ, ഞാൻ ഗൾഫിൽ പോണില്ല എന്ന് പറഞ്ഞതേ വെറുതെ ചുമ്മാണ്. നിങ്ങളുടെയൊക്കെ മനസ്സൊന്നറിയാൻ വേണ്ടി. ഞാൻ എന്തായാലും ഗൾഫിലേക്ക് തിരിച്ചു പോണുണ്ട്. ഇനി ഞാൻ എനിക്ക് വേണ്ടിയൊന്ന് ജീവിക്കട്ടെ. മാളു, നിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി. നീ പറഞ്ഞാണ് ശരി, ഇവരൊക്കെ നനഞ്ഞിടം നോക്കി കുഴിക്കുന്നവരാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഇനി ഞാൻ എനിക്ക് വേണ്ടി ഇരിക്കാൻ പോണാണ്, കേട്ടാ? വാ. സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നതും അവർക്കായി ജീവിക്കുന്നതും ഒരു തെറ്റല്ല. പക്ഷേ സ്വന്തം ചോര നീരാക്കി നമ്മൾ സമ്പാദിക്കുന്ന പണം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. നാളെ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അവസാനം എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ വെറും കറിവേപ്പിലയായി മാറും. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.